നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ നവവത്സരാശംസകൾ. പ്രധാന വാർത്തകൾ. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നേറ്റിവിറ്റി കാർഡ്, കരട് നിയമം തയ്യാറാക്കാൻ നിർദ്ദേശം. റവന്യൂ ഗൈഡ് 2026 റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. നിയമസഭാ പുസ്തകോത്സവം ജനുവരി 7 മുതൽ 13 വരെ. മീഡിയ സെൽ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. എല്ലാ പ്രേക്ഷകർക്കും റവന്യൂ മന്ത്രി കെ രാജൻ നവവത്സരാശംസകൾ നേർന്നു. അദ്ദേഹത്തിന്റെ സന്ദേശത്തിലേക്ക്. 2026 പുതുവത്സരത്തിലേക്ക് നിറഞ്ഞ പ്രതീക്ഷകളോടെ അഭിമാനപൂർവ്വം നാം പ്രവേശിക്കുകയാണ്. കേരളം ഏതെങ്കിലും വിധത്തിലുള്ള ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഏതെങ്കിലും വിധത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുന്ന ഒരു സംസ്കാരമല്ല, ഒരു നാടുമല്ല. നമ്മുടെ പാരമ്പര്യം മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ്. 2026 പ്രവേശിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ കേരളം ഉയർത്തിപ്പിടിക്കുന്നത് ആ മതനിരപേക്ഷതയുടെ സംഗീതം തന്നെയാണ്. പ്രതീക്ഷകളോടെയാണ് പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ കേരള മോഡൽ തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയത് മുതൽ വിഴിഞ്ഞം പോർട്ട് വരെയുള്ള നിരവധികളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനകരമായിട്ടുള്ള ആ കേരള മോഡലുമായിട്ടാണ് പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. ദുരന്തങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ പോയ കാലത്ത് നമുക്കുണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളില്ലാത്ത മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും വികസനത്തിൻ്റെയും വിളനിലമായിട്ടുള്ള ഒരു നാട്ടിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. 2026 പ്രതീക്ഷയുടെ, നാം വിശ്വസിക്കുന്ന വിധത്തിലുള്ള ചിന്തകളുടെ ഒരു കാലമായി മാറട്ടെ എന്ന് അഭിമാനപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നമസ്കാരം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നേറ്റിവിറ്റി കാർഡ്, കരട് നിയമം തയ്യാറാക്കാൻ നിർദ്ദേശം. റവന്യൂ വകുപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ മാതൃക അടിസ്ഥാനമാക്കി നേറ്റിവിറ്റി കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 26/2/1983 സർക്കാർ ഉത്തരവ് കൈയെഴുത്ത് നമ്പർ 205/1983 റവന്യൂ പ്രകാരമുള്ള സർക്കാർ ഉത്തരവിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരമാണ് നിലവിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഒരു പ്രത്യേക സംസ്ഥാനത്ത് താമസിക്കുന്ന വ്യക്തി ആ സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന ആളാണെന്ന് സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെട്ട സർക്കാർ നൽകുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. സംസ്ഥാനത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയായാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ കണക്കാക്കുന്നത്. നിലവിൽ നൽകുന്ന തരം സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും നിയമത്തിലൂടെ നിഷ്കർഷിക്കപ്പെട്ടതല്ല. ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്ത ആളുകൾക്ക് മാത്രമേ സാധാരണഗതിയിൽ കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നുള്ളൂ. എന്നാൽ കേരളത്തിന് പുറത്ത് ജനിച്ച വ്യക്തികൾക്കും നിബന്ധനകൾക്ക് വിധേയമായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കാറുണ്ട്. മാതാപിതാക്കൾ 2 പേരും കേരളത്തിൽ ജനിച്ചു വളർന്നവർ, മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ വളർന്നയാളും ഒരാൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ജനിച്ചു വളർന്നയാളും, വിവാഹശേഷം 2 പേരും കേരളത്തിൽ സ്ഥിര താമസക്കാരായവരും, കേരളത്തിൽ ജനിച്ചയാൾ ജനന സർട്ടിഫിക്കറ്റോ 5 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചതിന്റെ രേഖയോ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എന്ന നിബന്ധന ഒഴിവാക്കി സത്യപ്രസ്താവനയും ഉണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കും. എന്നാൽ കേരളത്തിന് പുറത്ത് ജനിച്ചവർക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ സാധാരണയായി വ്യക്തിയുടെ പേര്, ജനനസ്ഥലം, മാതാപിതാക്കളുടെ പേരുകൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുന്നു. ജനന സർട്ടിഫിക്കറ്റ്, താമസ രേഖകൾ, മാതാപിതാക്കളുടെ രേഖകൾ തുടങ്ങിയ അനുബന്ധ രേഖകളുടെ അടിസ്ഥാനത്തിൽ തഹസീൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തെ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും അർഹതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നിലവിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത്. നേറ്റിവിറ്റി കാർഡിന് ഒരു പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ നിയമപ്രാബല്യം നൽകുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നതിനാൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം എന്ന നിലയിലാണ് നേറ്റിവിറ്റി കാർഡ് നൽകാൻ ലക്ഷ്യമിടുന്നത്. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിന് വേണ്ടിയുള്ള നിയമത്തിന്റെ കരട് സമർപ്പിക്കുന്നതിനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP തയ്യാറാക്കുന്നതിനും ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയാണ് റവന്യൂ സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചത്. റവന്യൂ ഗൈഡ് 2026 റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി പ്രകാശനം ചെയ്തു. റവന്യൂ വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും
പൊതുജന സേവനങ്ങൾക്കും ആധാരമായ നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും സൂക്ഷ്മവും സംക്ഷിപ്തവുമായി പ്രതിപാദിക്കുന്ന റവന്യൂ ഗൈഡ് 2026 റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ സെക്രട്ടറി MG രാജമാണിക്കം IAS നൽകി പ്രകാശനം ചെയ്തു. റവന്യൂ മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു കെ IAS, റവന്യൂ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയും ILDM എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അനു S നായർ IAS, തിരുവനന്തപുരം ADM വിനീത് TK, റവന്യൂ PRO NP സന്തോഷ്, ILDM അക്കാദമിക് ഡയറക്ടർ മുഹമ്മദ് സഫീർ E എന്നിവർ പങ്കെടുത്തു. രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് 2026 ജനുവരി 7 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം ജനുവരി 7 രാവിലെ 11 മണിക്ക് ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പ്രമുഖ വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 180 പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവത്തിൽ 300 സ്റ്റാളുകളായിരിക്കും ഉണ്ടാവുക. പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖ സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ തുടങ്ങി നിരവധി പരിപാടികൾ 6 വേദികളിലായി നടക്കുമെന്ന് മീഡിയ സെൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. മൗറീഷ്യസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അമീന ഗുരിബ് ഫക്കീം, ശ്രീലങ്കൻ സാഹിത്യകാരൻ ചുളാനന്ദ സമരനായകെ, ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുഷ്താഖ്, തസ്ലീമ നസ്രിൻ, റാണ അയൂബ്, പ്രഫുൽ ഷിലേദാർ, സൈറ ഷാ ഹലീം, TM കൃഷ്ണ, ആകാർ പട്ടേൽ, ശശി തരൂർ, P സായിനാഥ്, സ്റ്റാൻലി ജോൺ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, DGP റവാഡ ചന്ദ്രശേഖർ, വേണു രാജാമണി ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. T പത്മനാഭൻ, NE സുധീർ, V മധുസൂദനൻ നായർ, KR മീര, TD രാമകൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ, S ഹരീഷ്, R രാജശ്രീ, GR ഇന്ദുഗോപൻ, അംബികാസുധൻ മങ്ങാട്, ഹരിത സാവിത്രി, ലാൽ ജോസ് തുടങ്ങിയ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരും കലാകാരന്മാരും പുസ്തകോത്സവത്തിന്റെ ഭാഗമാകും. ചിരിയും ചിന്തയുമായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന ശ്രീനിവാസന്റെ ഓർമ്മയിൽ പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, കമൽ തുടങ്ങിയവർ ഒത്തുചേരുന്ന പരിപാടി ഉണ്ടായിരിക്കും. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കളും മന്ത്രിമാരും സാമാജികരും വിവിധ സെഷനുകളിലായി പങ്കെടുക്കും. 7 ദിവസങ്ങളിലായി 10 ചാനലുകൾ അവതരിപ്പിക്കുന്ന മെഗാ ഷോകൾ ഉണ്ടായിരിക്കും. വൈകുന്നേരങ്ങളിൽ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ചാണ് മെഗാ ഷോകൾ അരങ്ങേറുക. ജനുവരി 8 മുതൽ 12 വരെ വടക്കൻ കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യം അവതരിപ്പിക്കും. തെയ്യ അവതരണത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ജനുവരി 8 ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ പഴയ അസംബ്ലി ഹാളിൽ നടക്കുന്ന മാതൃകാ നിയമസഭയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഈ ദിവസങ്ങളിൽ കേരള നിയമസഭാ ഹാളും മ്യൂസിയവും സിറ്റി റൈഡിന്റെ ഭാഗമായി സൂവും നേപ്പിയർ മ്യൂസിയവും സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. സിറ്റി റൈഡിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കും. VK പ്രശാന്ത് MLA ചെയർമാനായി വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി മീഡിയ സെൽ രൂപീകരിച്ചു. പുസ്തകോത്സവത്തിന്റെ മുന്നോടിയായി പല ഓൺലൈൻ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.